പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ,
മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്. അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവേ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മുന്നിൽ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസർച്ച് ചെയ്യുന്നവരെ, കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ സ്നേഹിപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അപ്പം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത്. എന്താണ്? എൻ്റെ നുകം മധുരമാണെന്ന് പറയണില്ലേ? ഈശോയുടെ വചനങ്ങളും വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ്? സ്വീറ്റാണെന്ന് പറഞ്ഞു. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലൈറ്റ് വെയിറ്റ് ആണെന്ന്. പിന്നെ വിഷയം വെച്ചാല് നമ്മൾ ദൈവസ്നേഹ ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവസ്നേഹത്തെ പ്രേരിതരായി ദൈവത്തോടുള്ള തീഷ്ണതയും എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആക്കി തരണതാണ്. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തരും. കാര്യം ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി. 10,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ കിടപ്പില്ലേ? നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ? അപ്പം അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് രഞ്ജു ജേക്കബ്. ഞാൻ ഇടയാർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടയാർ കൂത്താട്ടുകുളം ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ വന്ന് നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഏകദേശം കടബാധ്യതകളെല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ഥലവും വീടും എല്ലാം വിറ്റ് കടബാധ്യത തീർക്കാമെന്ന് വിചാരിച്ച് വിൽപ്പനയ്ക്കുള്ള ആളുകളെല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഒരു 1.5 വർഷം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതല്ലാതെ വിൽപ്പന നടക്കുന്നില്ല. മറുപടിയും ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ആധാരം കൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ ജോസഫച്ചനെ കണ്ടു.
ജോസഫച്ചൻ പ്രാർത്ഥിച്ച് എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപ എല്ലാം തന്നു വിട്ടു. ഞാനത് പറമ്പിൽ കൊണ്ടുവന്നിട്ടു. പ്രാർത്ഥിച്ചു. ഉടമ്പടി കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലവും വീടും വിൽപ്പന നടക്കുകയും എൻ്റെ കടബാധ്യതകളെല്ലാം വീടുകയും ചെയ്തു. കടബാധ്യതകളെല്ലാം വീടിയെങ്കിലും എൻ്റെ ചേച്ചിയുടെ മോൻ എന്നോട് ചോദിച്ചു, ചിറ്റ ഇനി എന്ത് ചെയ്യും? കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇനി സ്വന്തമായിട്ടൊരു ഭവനം വേണം. ഇതിനെല്ലാം ചിറ്റ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മറുപടിയും ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഓടിയെത്താനായിട്ടുള്ള സങ്കേതം കൃപാസന അമ്മയാണ്. ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി വെച്ചു. മാതാവേ, എനിക്ക് സ്വന്തമായിട്ട് ഭവനം വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനെല്ലാം എനിക്ക് എൻ്റെ നാട്ടിലുള്ള ജോലി, ഞാനൊരു നേഴ്സാണ്, ആ ശമ്പളം കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ജോലിക്ക് പോകാൻ ഇഷ്ടം ഇസ്രയേലാണ്. എനിക്ക് അവിടെ പോകണം. ഒരുപക്ഷെ മുമ്പെല്ലാം അതിന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഒത്തിരി പൈസയാവും. അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചതാണ്. ഞാൻ മറുപടിയും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇസ്രയേലിൽ പോകണം, ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രോസസ്സ് എല്ലാം ആരംഭിച്ചു. ഏകദേശം 16 ലക്ഷം രൂപയോളം വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു ദൂതനെ അയച്ച് എനിക്കുള്ള പൈസ തരണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാമിലി എന്നോട് ചോദിച്ചു, രഞ്ജുവിന് ഇനി പോകാൻ എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്? ഞങ്ങൾ തരാം. അവരെനിക്ക് പൈസ തരികയും അങ്ങനെ ഏജൻസിയിൽ പൈസയെല്ലാം അടയ്ക്കുകയും എനിക്ക് ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റായി. അതിനുശേഷം എനിക്ക് ജോബ് ഓർഡർ വന്നു. അതിനുശേഷം എനിക്ക് വിസ വരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് വിസ വന്നു, എനിക്ക് വിസ വരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ടെൻഷനായി. ഞാൻ പിന്നെ മറുപടിയും ഓടി വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിസ വന്നില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ മൂക്കെ പിടിച്ച് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? വിസ വേണമല്ലേ? അതിനെന്താ, അമ്മമാതാവ് നിനക്ക് തരും. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയത്. മിനിങ്ങാന്ന് എനിക്ക് എൻ്റെ വിസ വന്നു. ശനിയാഴ്ച ഞാൻ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടെയാണ് മെഡിക്കലും എംബസി ഇൻ്റർവ്യൂവും. അതിനുശേഷം അവിടുന്ന് നേരെ ഇസ്രയേലിന് പോവുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്കും അമ്മമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം വാങ്ങി ഹോസ്പിറ്റലുകളും രോഗികളുടെ ഇടയിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കും ഭിക്ഷക്കാർക്ക് ഞാൻ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി പൊതി കെട്ടി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരം അകലെയാണ്, ഞാനത് കേട്ടിട്ട് പോലും ഇല്ല, ഒരു മാനസിക രോഗികളുടെ അനാഥാലയമാണ്, അവിടെ 16 പേരാണുള്ളത്, അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ വരാമല്ലോ, എൻ്റെ ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്നു മുതൽ കാല് വെച്ചോ അന്ന് മുതൽ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്ഥലവും കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ 3 ദിവസം കൊണ്ട് ടോക്കൺ തരികയും ആ സ്ഥലം വിൽപ്പന അവിടെ നടക്കുകയും ചെയ്തു. ഞാൻ അവരെ കൊണ്ടുപോയി ആശുപത്രിയിൽ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചയാണ് സൈക്യാട്രി വിഭാഗമുള്ളത്. ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഇനി മിച്ചം എന്താണോ അവരുടെ അനാഥാലയത്തിന് ഭക്ഷണ സാധനങ്ങൾ വേണ്ടത് അതെല്ലാം മിച്ചം ഞാൻ ലിസ്റ്റ് വാങ്ങിയിട്ട്, എൻ്റെ കയ്യിൽ പൈസ അത്രയും ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടുകാരോടെല്ലാം എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആരുമില്ല എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുമ്പോൾ ഞാൻ പറയും, ഞാനില്ലേ നിങ്ങൾക്ക്, ഞാനുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരുമില്ലാതെ അവർ വിഷമിക്കുമ്പോൾ പറയും ചേർത്ത് നിർത്തുക. അവരെ ചേർത്ത് നിർത്താനായിട്ട് എനിക്കിപ്പോൾ ഇഷ്ടം എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ. 16 മാനസിക രോഗികൾ 16 പേരും എൻ്റെ കുടുംബത്തിലുള്ള 5 പേരും, എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. അതുമാതിരി അവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനുള്ള കൃപ. അവരുടെ ബെഡെല്ലാം പോയായിരുന്നു, കാരണം അവർ കിടന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ബെഡിലെല്ലാം കട്ടിൽ മൂട്ട കയറി ആകപ്പാടെ പോയായിരുന്നു. അതൊരു വലിയ മാനസിക വിഷമായി എനിക്ക്. ഞാൻ ഈശോയോട് പറയും, ഈശോയെ അവർക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അനാഥാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ചേട്ടൻ പറഞ്ഞു നമുക്ക് ബെഡിന് ഓർഡർ കൊടുക്കാം, റെക്സോൺ കവർക്കുള്ള ബെഡാണ്, 10-20 ബെഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും 40,000-40,000 രൂപ വേണം. അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡർ കൊടുക്കാം, കർത്താവ് നോക്കും എന്ന് പറഞ്ഞു. ഞങ്ങളതിന് ഓർഡർ കൊടുത്തു. എനിക്കറിയില്ല എങ്ങനെയല്ല ആ പൈസ എൻ്റെ കൈകളിൽ വന്നു, ഞങ്ങൾക്ക് ആ ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. ചോദിക്കാതെ തന്നെ അനാഥാലയത്തിലേക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ബെഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് എന്താവശ്യമുണ്ട്, ഈശോയെ എനിക്ക് അവർക്ക് ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ആരെങ്കിലും എന്നെ വിളിക്കും, രഞ്ജു എന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്നാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എന്നെ വിളിക്കും. അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് എന്നിലൂടെ തമ്പുരാൻ അത് നിറവേറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്നെ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ കരുണാലയം എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട് കൂത്താട്ടുകുളത്ത്. വൃദ്ധരായ 65 മാതാപിതാക്കൾ, മക്കൾ ഉപേക്ഷിച്ചവരും മക്കളില്ലാത്തവരുമായ 65 പേര് അവരുടെ അടുത്ത് പോകും, അവരോട് സംസാരിക്കും, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അരിയൊക്കെ ഉണ്ട് എന്ന് സിസ്റ്റേഴ്സ് പറയും, വേറെ എന്താ വേണ്ടത്, അവർ പറയുന്ന സാധനം അവർക്കും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവരോട് സംസാരിക്കും, അവരോട് ഒത്തിരി നേരം സമയം ചെലവഴിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കും. അങ്ങനെ ഒത്തിരി ദൈവാനുഭവം തമ്പുരാൻ മനസ്സിലോട്ട് തന്നു. അതേമാതിരി പരിശുദ്ധ കുർബാന അനുഭവം, പരിശുദ്ധ കുർബാനയിലും മുമ്പെല്ലാം ഞാൻ താമസിച്ചു പോവും. കുർബാന സമയത്ത് തിരികളൊക്കെ കത്തിച്ചുകൊണ്ട് നടക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനായിട്ട്, ആ മുറിയപ്പെടുന്ന ഈശോയെ കാണാനായിട്ട് എനിക്ക് സാധിക്കും. വിശ്വാസത്തോടെ കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ വെറും 0. ഈ അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് മാത്രമാണ്. അമ്മ ഈശോയോടൊപ്പം ഈശോയിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉടമ്പടി. അങ്ങനെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം മൂലം ഈശോയെ കണ്ടെത്തുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് ഒത്തിരി കൃപകൾ നൽകി ഈ ഉടമ്പടി മൂലം ദൈവം എന്നെ സഹായിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഈ പുണ്യപ്പെട്ട ആൾക്കാരിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. സങ്കീർത്തനങ്ങൾ 34 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. രഞ്ജു ജേക്കബ് എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയ മരിയൻ ഉടമ്പടി ജീവിതസാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. 14 തവണ ഉടമ്പടി പുതുക്കിയ ഒരു മകളാണ്. ഉടമ്പടി എന്തെന്നും എങ്ങനെ ജീവിക്കണമെന്നും വ്യക്തത കിട്ടിയ ഒരു സഹോദരിയാണ്. ആ വ്യക്തതയാണ് വാക്കുകളിൽ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകളുടെ ജീവിതത്തിലുള്ള കഷ്ടതകളെക്കുറിച്ചുള്ള ആദിയും ആകുലതയുമല്ല, മറിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ലഭിച്ച ആത്മീയ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും എത്ര കണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെയാണ് മകൾ ഈ നാളുകളിലൊക്കെയും പരിശീലിക്കുകയും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. സഹോദരി പറയുന്നുണ്ട്, ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലൊരു ക്ലേശിക്കുന്ന ഭവനത്തിൽ നഴ്സെന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വരുമോ എന്ന് ചോദിച്ച് ഞാനത് നല്ല മനസ്സോടെ അത് ഏറ്റെടുത്ത് എൻ്റെ ജോലി അത് ക്രമീകരിച്ചുകൊണ്ട് അവിടെ പോയി തുടങ്ങിയ ദിവസം മുതലാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടി തുടങ്ങിയത്. അതൊരു സത്യമായ മകളുടെ ഒരു സാക്ഷ്യമാണത്. വിശേഷവതിയായി എന്ത് ചെയ്യുമെന്ന് നിരന്തരം വചനം നമ്മോട് ചോദിക്കാറുണ്ട്. ഉടമ്പടി ധ്യാനത്തിൽ ശക്തമായി ജോസഫ് അച്ഛൻ നമ്മളെ ഒന്ന് കൊത്തിവലിക്കുന്ന വിധം നമ്മോട് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വിശേഷവതിയായി എന്താണ് ചെയ്യുന്നത്? സാധാരണ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണോ? യാന്ത്രികമായി ആത്മീയ ജീവിതം നയിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ഞായറാഴ്ച കടം വീട്ടുന്നവരുമാണോ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നവരാണ്? ഇതാണ് ആ ചോദ്യത്തിൻ്റെ മൊത്തം പൊരുളും. അതാ സത്രത്തിൽ വന്ന് മുറിവേറ്റ് കിടന്ന സമരിയനെ ഏൽപ്പിച്ചിട്ട് ആ തിരികെ പോകുന്ന മനുഷ്യൻ ചെയ്യുന്ന അതേ മറുപടിയാണത്. വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് മുറിവേറ്റവനെ ഏൽപ്പിച്ചു കൊടുത്ത്
വേണ്ടത് ബാക്കി എന്തെങ്കിലും കൂടുതലുണ്ടായാൽ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തു പോകുന്ന മനസ്സ്, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സൗഖ്യപ്പെടുവാനും ആരോഗ്യം നേടുവാനും കണ്ണീരൊപ്പുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ജീവിത വഴികൾ തുറന്നു കൊടുക്കുവാനുമുള്ളതാണെന്ന് തിരിച്ചറിയുന്നവരാണ് വിശേഷവതിയായി ജീവിതത്തിൽ ഓരോന്നും ചെയ്തു തുടങ്ങുന്നത്. സഹോദരി പറയുന്നുണ്ട്, അവിടെ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ ഇന്ന് 21 പേരുണ്ടെന്ന് പറയുവാൻ സന്തോഷമേ ഉള്ളൂ. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്നു എന്നതിലല്ല, എൻ്റെ കുടുംബമായി വ്യക്തികളെ ഞാൻ മാറ്റിയെടുത്തു എന്നതിലാണ് ആ സാക്ഷ്യത്തിൻ്റെ മെറിറ്റുള്ളത്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാമോ അതുപോലെ അവർക്ക് കൊടുക്കുവാനുള്ള ഒരു സ്വാഭാവികമായ ഹൃദയത്തിൻ്റെ സ്നേഹം, ദൈവസ്നേഹമാണ്. അവർക്ക് ബെഡ് മോശമാകുമ്പോൾ അത് വേണമെന്ന്, ഒരു നേരം ഇറച്ചി കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് വേണമെന്ന് സ്വയം അത് ഉള്ളിൽ നിന്ന് തോന്നുകയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആഗ്രഹങ്ങളെ കൊടുക്കുമ്പോൾ അത് ജെന്യുവിനാണെങ്കിൽ, അത് വിശ്വസ്തതയുള്ളതാണെങ്കിൽ നാം പോലും അറിയാതെ നമ്മളെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സഹോദരി അതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. തൻ്റെ കയ്യിൽ നിന്ന് 40,000 രൂപ മുടക്കിയെന്നല്ല, തൻ്റെ കരങ്ങളിലേക്ക് അമ്മ മാതാവും ഈശോയും പല്ലലിലൂടെ ആ കാര്യങ്ങൾക്കുള്ളത് എത്തിച്ചു തന്നുവെന്നാണ്. തൻ്റെ കയ്യിൽ നിന്ന് ഇറച്ചു വാങ്ങി കൊടുത്തെന്നല്ല, മറിച്ച് ഇതൊരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, ബർത്ത്ഡേ ആണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ വേണ്ടേ എന്ന് ചോദിച്ച് തന്നെ ഒരു ഉപകരണമാക്കി ദൈവം അവൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ കുറെ കൂടി അൻപുള്ളവരാക്കി മാറ്റണം. ഉടമ്പടി ജീവിതം നമ്മളെ കുറെ കൂടി അപരനോട് ഹൃദയപൂർവകമായ വിശ്വസ്ത സ്നേഹമുള്ളവരാക്കി നമ്മളെ മാറ്റണം. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണമാണ്. നാം ഓരോരുത്തരുമെന്ന താഴ്മയുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ വളർത്തണം. ആ എളിമയുള്ള ജീവിതം ഒത്തിരി കാര്യങ്ങൾ, നന്മകൾ നമ്മളിലൂടെ ദൈവം ചെയ്യുന്നത് അനുഭവിക്കുവാൻ, നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ, ഹൃദയത്തിൽ അഭിമാനിക്കുവാൻ ഭാഗ്യം തരും. കാരണം നാം നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നതെങ്കിൽ അതിന് വലിയ പ്രതിഫലം നമ്മളെ കാത്തിരിപ്പുണ്ട്. അതാണ് സഹോദരി പറഞ്ഞത്. ഞാൻ ഇസ്രായേലിൽ പോകുവാൻ വേണ്ടിയുള്ള പ്രോസസ്സ് ഓരോന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പ്രതിസന്ധി ഉണ്ടായെങ്കിലും അമ്മ മാതാവ് സുരക്ഷിതമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എൻ്റെ ജീവിതത്തെ അതിൻ്റെ ബാധ്യതകളുടെയും കടഭാരത്തിൻ്റെയും താഴ്ന്ന അവസ്ഥയുടെയും നിലയിൽ നിന്ന് ഉയർത്തുവാൻ തിരുമനസ്സാവുകയും അതിനിപ്പോഴെനിക്കതിന് അവസരം ഒരുക്കി തരികയും ചെയ്യുന്നുവെന്നാണ്. പ്രിയമുള്ളവരെ, എളിമയോടും സ്നേഹത്തോടും ദൈവകരങ്ങളിലെ ഉപകരണങ്ങളാകുവാൻ വേണ്ടി, നന്മ ചെയ്യുവാൻ തിഷ്ഠതയുള്ളവരാകുവാൻ വേണ്ടി, വിശേഷബുദ്ധിയായി സാധാരണ ജീവിതത്തിൽ നിന്നും ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വിട്ടുകൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രതിഫലം അതിന് നമ്മളെ കാത്തിരിക്കുന്നു. ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഉടമ്പടി ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എന്നെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവി പാർവതി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 മെയ് 23-നായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന ഒരു സമയത്ത്, എൻ്റെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ പോലും ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് ഇപ്പോഴും ഉടനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ്. അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കരഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ചേച്ചി വന്നിട്ട് മോളെ ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് കഥ തുറന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സംഭാവന ചെയ്യണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, 10 രൂപ പോലും എടുക്കാനില്ല, ഇവിടെ
ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ഏത് അനാഥാലയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സാരമില്ല മോളെ, ഞാൻ 2 മാസം ഇരിക്കാതെ വരും, അപ്പോൾ എനിക്ക് തന്നാൽ മതി, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അകത്തിരിക്കുന്നില്ല, വെളിയിൽ സിറ്റൗട്ടില്ല സോപാനം പോലുള്ള അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ മോള് കരഞ്ഞത്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മോൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ, ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ടോ, മോൾ ഹിന്ദു അല്ലേ, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ വിശ്വാസം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാനും പള്ളിയിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ പറയുന്നൊരു പള്ളിയുണ്ട് ഇതുപോലെ കൃപാസനം കലവൂരാണ്, അവിടെ പോയി പ്രാർത്ഥിക്കും, മോടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടും, മോടെ എല്ലാ വിഷമങ്ങളും മാറി കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിലിരുന്ന ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തന്നു, ഒരു ലോക്കറ്റ്. എന്നിട്ട് ചേച്ചി പോയി. ആ ലോക്കറ്റ് വെച്ച് ഞാൻ അന്ന് രാത്രി മൊത്തം കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ആ പൈസ എങ്ങനെയും റെഡിയായി കിട്ടണേ, എൻ്റെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയും റെഡിയായി കിട്ടണേ, എല്ലാം സഹായിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവ്, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം ഉടനെ ഇല്ലെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ GPay വഴി എനിക്ക് ആ 50,000 രൂപ എനിക്ക് ഇട്ടു തന്നു. ഞാൻ പോയി 12-ാം തീയതി ആയിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത്, പോയി കാര്യങ്ങൾ സാധിച്ചു. ഇവിടെ 23-ാം തീയതി ഇവിടെ ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിനെ ചൂടാനുള്ള മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ചേച്ചി ഞാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അപ്പോൾ ആ മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. തിരിച്ചു പോകുന്ന വഴി മേഘങ്ങൾക്കിടയിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു, അവർക്ക് 2 പേരും അവരും കണ്ടു മാതാവിൻ്റെ രൂപം. 1 മിനിറ്റോളം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാഞ്ഞു പോയി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് കുഞ്ഞു കാര്യങ്ങളും ഞാൻ നാക്കെടുത്ത് എന്താണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പിന്നെ എനിക്ക് ചെറിയ തടസ്സങ്ങൾ വന്നു. എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടാണോ, എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ പറഞ്ഞതും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ യൂട്യൂബിൽ വഴി ധ്യാനങ്ങളും ഒക്കെ അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതിലെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ജോലി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ യൂട്യൂബിൽ അത് വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട്, പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഞാൻ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു ആ തടസ്സങ്ങളൊക്കെ എനിക്ക് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു. പിന്നെ അതിലും നല്ലെടുത്ത് ആദ്യമേ തടസ്സം വന്ന് പോയ ജോലി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഖത്തറിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 90% കിട്ടില്ല, 10% ഉള്ളൂ ചാൻസ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ കാശ് രൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇപ്പം അച്ഛൻ ഒരു കുഴപ്പമില്ല. 72 മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മാത്രം മതി, 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം, ഇത്ര ഇതായിട്ട് റിസ്ക് ആയിട്ടിരുന്നതല്ലേ, അതുകൊണ്ട് 2 ദിവസം ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വന്നു. പിന്നെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നടന്നില്ലെങ്കിലും വേണ്ടയില്ല, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചേട്ടത്തി എന്നോട് പറയുന്നു അച്ഛൻ ഇന്നലെ ചാടി എഴുന്നേറ്റിരുന്നടി, താഴെ ഇറങ്ങിയിരുന്നെന്ന്. എന്നെ NG ട്യൂബ് ഉണ്ടായിരുന്നു, കത്തീറ്റർ ഉണ്ടായിരുന്നു, ആ ട്യൂബുകളെല്ലാം ഇട്ട് അതുപോലെ സൈഡ് റെയിൽസ് പൊക്കി വെച്ചിരിക്കുമായിരുന്നു ബെഡിൻ്റെ. പിന്നെ അച്ഛൻ എങ്ങനെ താഴെ ഇറങ്ങിയിരുന്നെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണെന്ന്. ഞാൻ സ്റ്റക്കായി ഇരുന്ന് പോയി. അപ്പോൾ ചേട്ടത്തി എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാതിരിക്കുന്നത്, ഇത് കേട്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. സന്തോഷമല്ല. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ ഞാൻ ചേട്ടത്തിയോടും പറഞ്ഞു ഇതുപോലെ ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് ഇതാണ് അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അച്ഛൻ ഒരു കുഴപ്പമില്ല,
സംസാരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ട്, സംസാരത്തിലൊരു വ്യക്തതയില്ല, അതേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അച്ഛന്. അതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ബാത്റൂമിൽ തെന്നിയടിച്ച് തലയടിച്ച് താഴെ വീണു. അപ്പോൾ ഒരു 8-9 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിപ്പോയി. ഞാനൊരു നേഴ്സാണ്, ഞാൻ ഇത്തിരി കടന്നേ ചിന്തിക്കുകയുള്ളൂ, ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ നെറ്റിക്ക് തൂത്തു, ഉപ്പിട്ട് കൊടുത്തു, തേൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തേൻ കൊടുത്തു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ ഒന്ന് നോക്കാം, ഇനിയും വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം, കുഞ്ഞല്ലേ ഉടനെ സ്കാൻ ചെയ്യേണ്ട, റേഡിയേഷൻ കുഞ്ഞിന് പറ്റില്ലല്ലോ, അത് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നല്ലതായി കരയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂറിനിടയിൽ 1 വട്ടം കൂടി വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ 2ഉം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നപ്പോൾ മാതാവിനെ വീണ്ടും കരഞ്ഞു വിളിക്കുക, മാതാവേ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഞാൻ കാശുരൂപം മാറ്റിയതേ ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വൊമിറ്റും ചെയ്തില്ല, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വന്നു. ഒരു മരുന്നുമില്ല, ആകെ പാരസിറ്റമോൾ ഹാഫ് മാത്രം കൊടുത്തത്. പിന്നെ വീട്ടിൽ വന്നു, 2 ദിവസം കൂടെ നീ നോക്ക്, കുഴപ്പമൊന്നുമില്ല, നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നതെന്ന് വെച്ചാൽ 2 ക്രാഷ് കോഴ്സ് 1 മാസം, ഒരു ക്രാഷ് 11 ദിവസം വീതം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഇത്തിരി ഇതുള്ളത്, താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്, നേരത്തെ എഴുന്നേൽക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങും. അങ്ങനെ ഉറക്കത്തിൻ്റെ എന്നെ 5 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മാതാവിനോട് ഞാൻ ഇതുവഴിയാണ് പോകുന്നത്, ഇവിടെ അടുത്തുള്ള ഒരു അക്കാഡമിയിലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, മാതാവേ ഞാൻ ഉറങ്ങല്ലേ, ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങല്ലേ. അപ്പം നേരത്തെ ഞാൻ എൻ്റെ കാശുരൂപം മാലയിലാക്കി ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട്, കഴുത്തിട്ടിട്ടാൽ അത് ആഭരണവും കയ്യിൽ വെച്ചാൽ ആയുധവുമാണെന്ന് പറഞ്ഞു നമ്മുടെ ഉടമ്പടി കാശുരൂപം. അന്ന് ഞാനത് കഴുത്തിൽ നിന്ന് ഊരി, എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. കഴുത്തിലിട്ടാൽ ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ക്രാഷിന് 11 ദിവസമുണ്ട്, 11 ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ക്രാഷിന് 1 ദിവസം, അത് സിട്രസിൻ കഴിച്ചതുകൊണ്ട് ഒരു ചെറിയ മയക്കം വന്നെങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ ക്രാഷിൻ്റെ 7ാമത്തെ ദിവസമാണ് എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബാഗിലിട്ടിരുന്നു, റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇട്ടിരുന്ന സിബ് തുറന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഹെഡ്സെറ്റ്, അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ എൻ്റെ കാശുരൂപവും പോയി. എനിക്ക് എന്തു പോയാലും കുഴപ്പമില്ലായിരുന്നു, എൻ്റെ കാശുരൂപം പോയത്. 2 ദിവസത്തോളം ഞാൻ ആഹാരം കഴിച്ചില്ല, എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെക്കും, മാതാവേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ മാപ്പാക്കണേ, ക്ഷമിക്കണേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചു. തിരിച്ചു പോകുന്ന വഴി, ക്രാഷ് കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴി ലഗേജ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രൊമട്രിക് എക്സാമാണ് ഖത്തറിൻ്റെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് കാശുരൂപം ഇല്ലാതെ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഹോൾ ടിക്കറ്റ് കാണിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടുന്ന് ഒന്ന് പ്രാർത്ഥിച്ചൊരു ലോക്കറ്റ് തന്നു, ഒരു കാശുരൂപ മാതാവിൻ്റെ തന്നു. അത് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല, എക്സാം സെൻറ്ററിൽ കയ്യിലൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് മാലയിൽ ഇട്ടുകൊണ്ട് കയറി. അപ്പോൾ അകത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, കൊന്ത ഊരണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതും എനിക്കൊരു അനുഗ്രഹമായിട്ട്. അപ്പോൾ അകത്ത് ചെന്നു. ഞാൻ 75 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊമട്രിക്കിന്. 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി. ആ ക്വസ്റ്റ്യനിൽ കൂടി എൻ്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിലും അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഏതാണ് ആൻസർ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്ഭുതം എന്ന് പറയാൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തെങ്കിലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ 75ാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണോ ചെയ്തത് മാതാവാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 76ാമത്തെ ക്വസ്റ്റ്യൻ കയറി വന്ന്, ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സിസ്റ്റം ഡൗൺ ആയി പോയതാണെന്ന് അറിയത്തില്ല, മിന്നി മറഞ്ഞു പോകുമായിരുന്നു സിസ്റ്റം, കമ്പ്യൂട്ടറിലെ സിസ്റ്റം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുക. ഞാൻ പേടിച്ചു പോയി, 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണല്ലോ, ഇനിയും സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും സമയം കിട്ടത്തില്ലല്ലോ, ഞാൻ തോറ്റു പോകുമല്ലോ. അപ്പം ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ എന്താ ECGയുടെ ചിത്രം വരുവാ, ഇതിലും ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ ആ മൈൻഡ് മാറ്റി മാതാവ് തന്നതാണ് എനിക്ക്. പിന്നീട് 3 മണിക്കൂറത്തെ എക്സാമിന് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം
ഫിനിഷ് ചെയ്തു. ബാക്കി അരമണിക്കൂർ കൊണ്ട് ഞാൻ ഒന്നുകൂടി എല്ലാം റിവൈൻഡ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് 75 മാർക്ക് പാസ് മാർക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് 92 മാർക്ക് കിട്ടി. ഞാൻ പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മാതാവിൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സാറിൻ്റെ കഴിവുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും മാതാവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 15 വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട്. ആകെ 2 വർഷമേ ഉള്ളൂ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്. ബാക്കി ഒരു ക്ലിനിക്കിലാണ് ചെയ്തത്. അപ്പം വലിയ എക്സ്പീരിയൻസോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. തിയററ്റിക്കലായിട്ടൊന്നും വലിയതറിയില്ല. ആ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വന്നത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചതുകൊണ്ടാണ്. എൻ്റെ മൈൻഡ് വിട്ടുപോയപ്പോൾ എന്നെ മൈൻഡ് തിരിച്ചു കൊണ്ടു തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എൻ്റെ കാശുരൂപം കളഞ്ഞു പോയി, അപ്പോൾ എനിക്ക് ഇനി കാശുരൂപം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഉടമ്പടി തീരുമ്പം പുതിയ ഉടമ്പടി എടുത്താൽ മതി, കാശുരൂപം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം തീയതിയാണ് 90 ദിവസം കഴിയുന്നത്. ആ 1-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു, പുതിയ ഉടമ്പടി എടുത്തു, കാശുരൂപം കിട്ടി. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൈക്കൊന്ത വാങ്ങിച്ച് അതിലിട്ടിരിക്കുകയാണ്. ഇനി നഷ്ടപ്പെട്ടു പോവാൻ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ലെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ആ ചേച്ചി പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ കൗണ്ടറിൽ ചെന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സഹായിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം. കാരണം എൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാണ് മാതാവിൻ്റെ കാശുരൂപം. അതുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ്, ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ആ ചേച്ചി ആ ഡബ്ബ കൊണ്ടുവന്നു. അതിൽ നിന്ന് ഞാനൊരു തിരിഞ്ഞു കിടക്കുമായിരുന്നത് എടുത്തു നോക്കിയപ്പോൾ മാതാവ് എന്ന് കണ്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ നിന്നപ്പോൾ. കരയണോ ചിരിക്കണോ എന്തോന്നറിയത്തില്ല, ശരീരം പെരുക്കുവാണോ എന്തോ, ഞാൻ വീണു പോകുമെന്ന് പോലും ചിന്തിച്ചു പോയി. ആ ചേച്ചി പാടിത്തന്ന മാതാവിൻ്റെ പ്രാർത്ഥന പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഏതോ ഒരവസ്ഥയിലാണ് ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നത്. പിന്നെ അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും. പിന്നെ ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ള ഓരോ കുട്ടികളോടും ഞാൻ മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ അവരെന്നെ പറയും, ചേച്ചി അവരും ഇവിടെ ഉടമ്പടി എടുത്തവരുണ്ട്, അവരുടേത് സാധിക്കാത്തത് പോലും ഞാൻ പറയുന്നത് സാധിക്കും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോഴും ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വസ്തു കച്ചവടത്തിൻ്റെ കാര്യം നീ പറഞ്ഞാൽ കേൾക്കും, മാതാവ് കേൾക്കും. അങ്ങനൊരു അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മാതാവിനെയും ഈശോയെയും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ കാണുക ഇങ്ങനെ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്, സംസാരിക്കുന്നൊന്നുമില്ല, എന്ന് സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു. എനിക്ക് ഏജൻസിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എങ്ങൂന്നും ഒരു ഇതുമില്ല, സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വന്ന് 1-ാം തീയതി 2-ാം തീയതി എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, മോളെ ഇതുപോലെ 2 ലക്ഷം രൂപ ഉണ്ട്, നിനക്ക് വേണോ പോകുന്ന കാര്യത്തിന്. ഇനി എനിക്ക് 1 ലക്ഷം രൂപയും കൂടി വേണം. ഞാനിപ്പം വിശ്വസിക്കുന്നത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അത് റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കയറി പോകേണ്ടതായിരുന്നു, 15-ാം തീയതിക്കായിരുന്നു ടിക്കറ്റ്. അപ്പം മിനിങ്ങാന്ന് 13-ാം തീയതി രാത്രിയായപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത. ഞാൻ വന്ന് സാക്ഷ്യമൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി 9:30 ആയപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്, 18-ാം തീയതിയാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, 15-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ 18 ആയത്? അത് അവിടെ എന്തോ അവധിയാണ്, അപ്പോൾ അവിടെ ചെല്ലുന്നവരെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ആളില്ല, അതുകൊണ്ട് 18-ാം തീയതി ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരാശ്വാസം, മാതാവ് ഇടപെട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ട് എനിക്ക് നീട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാതാവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയാവുന്നവരോടും അറിയാത്തവരോടും എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ എൻ്റെ മാതാവിനെ പറ്റി പറയും. എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയത് എൻ്റെ മാതാവിൻ്റെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന, ഫേസ്ബുക്ക് ആയാലും എന്ത് തുറന്നു നോക്കിയാലും മാതാവിൻ്റെ ഇതാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം.
ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കുഞ്ഞമ്മയോട് പറയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാന്ന്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മാതാവേ. പക്ഷേ എന്തോ എനിക്കറിയില്ല, അമ്മ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് ഇപ്പം ഈ നിമിഷം വരെ. ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബ് വഴിയുള്ളതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഓൺലൈൻ വഴി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം, ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക, തലവേദന, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തൂക്കുക, ഉടമ്പടി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്താലും മാതാവ് എനിക്ക് അതിന് എല്ലാം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നവർക്കെല്ലാം മാതാവിൻ്റെ വിശ്വാസം. എത്രയോ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വഴി. എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നവരുമുണ്ട്. പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ഇതായിട്ടിരിക്കുകയാണ്, പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ആര് സഹായം ചോദിച്ചു വന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ ചെയ്യും. കാരണം ഇനി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു സ്ഥിതി തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു തന്നെ പറയുന്നു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനോട് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഉണ്ടാവണേന്ന്. ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഖത്തറിൽ ചെന്നു കഴിഞ്ഞാലും ഇനി മാതാവില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആ രീതിയിലാണ് ഇപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട്. 1 യോഹന്നാൻ 3:22-23 തിരുവചനങ്ങൾ. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവിടുത്തെ കൽപ്പന. ദേവി പാർവതി എന്ന ഈ മകൾ എത്ര സുന്ദരമായി ഈ അടുത്ത കാലത്ത് മകൾ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കൂട്ടെത്തിയെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വാക്കുകളിൽ ലഭിച്ച നിയോഗങ്ങളുടെ അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറം അമ്മ മാതാവിനോട് അവൾ വളർത്തിയെടുത്ത വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം, നിഷ്കളങ്കമായ അമ്മയോട് സംസാരിക്കുന്ന രീതികൾ, അമ്മ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ അവസരങ്ങളിലും വിഷയങ്ങളിലും മകളെ കാത്തുകൊള്ളുന്നതും സംരക്ഷണം നൽകുന്നതും മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്കേറെ ഉറക്കമുള്ള മകള് പഠനത്തിന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും മകളെ കാക്കുന്നതിൻ്റെ വിഷയം, അതോടൊപ്പം ഭർത്താവിൻ്റെ അപ്പച്ചൻ സ്ട്രോക്ക് വന്ന് വളരെ ക്ലേശാവസ്ഥയിലാവുകയും മണിക്കൂറുകൾ വൈകി ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ അപ്പച്ചൻ്റെ ആരോഗ്യം തിരികെ ലഭിക്കുന്ന വിധത്തിൽ ഓരോ സ്റ്റേജിലും അപ്പച്ചനെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യം. മകളേറെ ആഗ്രഹിച്ച് വിദേശത്ത് പോകുവാൻ വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ ഓരോ കാര്യവും ക്രമപ്പെടുത്തി. ആദ്യത്തത് പലതവണ ഇങ്ങനെ റിജക്റ്റായി പോകുന്നതും തോന്നിയെങ്കിലും ഏറ്റവും മികച്ചത് മകളുടെ കരങ്ങളിൽ എത്തിക്കും വിധം ഖത്തറിലേക്കുള്ള വിസ മകൾക്ക് അനുവദിച്ചു നൽകിയത്. അതിനു വേണ്ടുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ കൈകളിലൊന്നും ഇല്ലാത്തപ്പോഴും മറ്റു വ്യക്തികളിലൂടെ അത് അമ്മ മാതാവ് മകൾക്ക് ഒരുക്കി കൊടുക്കുന്നതിൻ്റെ സന്തോഷം. അങ്ങനെ ഓരോ കാര്യവും പറയുമ്പോൾ മകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, അമ്മയോട് ചോദിച്ചാൽ, അമ്മയോടൊരു കാര്യം പറഞ്ഞാൽ മാതാവ് അതെനിക്ക് വേണ്ടി അപ്പോൾ നേടിത്തരികയും അതിൻ്റെ വഴികൾ ഒരുക്കിത്തരികയും ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, നിഷ്കളങ്കമായി അമ്മ മാതാവിൻ്റെ അരികിൽ കൊടുക്കുന്ന നിയോഗങ്ങൾ അതിവേഗം അമ്മ മാതാവ് സ്വീകരിച്ചനുഗ്രഹിക്കും. നമ്മൾ ഏറെ പേരും 20, 40, 60, 80 വർഷമായി അമ്മയുടെ സംരക്ഷണം ഉള്ളവരാണ്, വിശ്വാസം ഉള്ളവരാണ്, കത്തോലിക്ക ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമാണ്. എന്നാൽ ഈ മകളുടെ സവിശേഷമായ പ്രത്യേകത ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് അമ്മ മാതാവിനെയും ഈശോയെയും അടുത്തറിയുകയും
ജീവിതം അമ്മ മാതാവിലേക്ക് ശരണപ്പെടുത്തി കൊടുത്ത നിമിഷം മുതൽ അമ്മ എത്ര കണ്ട് സ്നേഹത്തോടെ കരുതലോടെ ജീവിതത്തെ ചേർത്ത് പിടിച്ചുവെന്നാണ് മകൾ പറഞ്ഞു തുടങ്ങിയ അനുഭവം കണ്ണീരിൻ്റെ ഒരു അനുഭവമായിരുന്നു. സാമ്പത്തികമൊന്നുമില്ലാതെ 10 രൂപ എടുക്കാനില്ലാതെ സങ്കടത്തിൽ വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് ധർമ്മം ചോദിക്കുന്നതും ആ ചോദിക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഭക്ഷണം കൊടുത്ത് ആ സ്ത്രീയെ, അമ്മ മാതാവിനെ പോലെ ഇരുന്ന ആ വ്യക്തിയെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ കൈമാറിയ ഒരു ചെറിയ അമ്മയുടെ കാശുരൂപത്തിൽ നിന്നാണ് മകളുടെ ഇത്രയും വലിയ വിശ്വാസ വളർച്ചയിലേക്ക് എത്തിയതെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മളെ വളരുവാൻ വേണ്ടി മാടി വിളിക്കുന്ന ദൈവിക പദ്ധതിയാണ്. നാം ഇല്ലായ്മയിലാണെങ്കിൽ, നാം ഒരു മേൽഗതിയില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ, നാം ഒത്തിരി സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, ആ ഇടങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ മാടി വിളിച്ചുകൊണ്ട് ജീവിതത്തിന് ഉയർച്ച തരും, ജീവിതത്തിന് വളർച്ചയുണ്ടാവും, പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാവും, ഇപ്പോഴുള്ള ക്ലേശങ്ങൾക്കും കണ്ണീരിനും അറുതിയുണ്ടാവും എന്ന് നമ്മളെ ഉറപ്പിക്കും വിധം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ആ മരിയൻ ഉടമ്പടിയിലേക്ക് വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിതത്തെ നാം വിട്ടുകൊടുക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ശ്രേണിയിലുള്ള ഏത് വിഷയത്തിന്മേലും ദൈവികമായ തീരുമാനം വരുന്നത് കാണുവാനാകും. ഈ മകൾ എണ്ണി പറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഓരോന്നും ഭാരങ്ങൾ ലഘൂകരിച്ചതാണ്, സമയച്ചുരുക്കത്തിൽ അനുഗ്രഹിച്ചതാണ്, തൻ്റെ കുറവുകളെ കണ്ടുകൊണ്ട് അതിനുമേൽ കൃപയായി വിജയം നൽകി അനുഗ്രഹിച്ചതാണ്. പരീക്ഷയുടെ അവസരം, പഠിച്ച അവസരങ്ങൾ മകൾ പറയുന്നുണ്ട്. ബ്ലാങ്കായി പോയ നിമിഷങ്ങളിൽ പോലും അമ്മ മാതാവ് ഇടപെട്ട് സമയച്ചുരുക്കത്തിൽ പരീക്ഷകൾ വിജയിക്കും വിധം ഓരോ കാര്യവും ക്രമീകരിച്ചു കൊടുത്തതിനെ കുറിച്ച്. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ടൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മ തിരുക്കുമാരനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ കരം പിടിച്ച മകളാണ്, ഞാൻ കരം പിടിച്ച മകളാണിത്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഈശോ തിരുക്കുമാരൻ ഇടപെടുവാൻ വേണ്ടിയാണ്. അതാണ് സമയച്ചുരുക്കത്തിലും അത്ഭുതകരമായും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അതിന് ഒരു നല്ല സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അമ്മയ്ക്ക് തൻ്റെ ജീവിതം കൊടുത്തു, അമ്മ തൻ്റെ ജീവിതത്തെ ഉയർത്തിയെന്ന്. ഒരു ഉടമ്പടിക്ക് ആശ്രമം പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, 2 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ സങ്കടപ്പെട്ടു. തിരികെ വന്ന ഉടമ്പടി എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു ആത്മധൈര്യം ലഭിക്കുന്നത്. അമ്മയെ വിട്ടുപിരിയാതെ ജീവിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ അമ്മയുടെ രൂപം തന്നെ കരങ്ങളിലേന്തി ആ ഉടമ്പടി സമർപ്പിക്കുവാൻ എന്നെ അമ്മ സഹായിച്ചുവെന്ന്. ചോദിക്കുന്നതിലൊക്കെയും മറുപടി ലഭിക്കുന്ന, ആഗ്രഹിക്കുന്നത് പോലെയൊക്കെയും ജീവിതത്തെ നയിക്കുന്ന, അമ്മയുടെ കരങ്ങളിലേക്ക് പറയുന്നതൊക്കെയും അമ്മ തിരികെ അനുഭവമാക്കി കൊടുക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ, അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ, അമ്മ വഴി നടത്തുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. നമുക്കും ഇത് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതേ അമ്മ മാതാവിൻ്റെ തുടർച്ചയായ ഇടപെടലിൻ്റെ അനുഭവങ്ങൾ ദൈവസമക്ഷം പറയുവാൻ നമുക്കും അവസരമുണ്ടാകും. എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ലോകത്തിനു വേണ്ടി സമർപ്പിക്കുക തന്നെ ചെയ്യും. നമ്മളെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഉപകരണങ്ങളായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ലോകത്തിൽ മാറ്റിത്തരിക തന്നെ ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ ജെയിംസ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്നു. ഇത് ഈ അൾത്താരയിലുള്ള എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2023 ആണ്. ഇന്നത്തെ എൻ്റെ 2 അനുഭവങ്ങളും ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗത്തിൽപ്പെട്ടതല്ല. പരിശുദ്ധ അമ്മ, ആ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങളാണ്. ആദ്യമായി ഞാൻ ബഹ്റൈനിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് 2024 ഓഗസ്റ്റ് 19 എൻ്റെ റിന്യൂ ആയത്. 2 years കോൺട്രാക്റ്റാണ്. അങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ആയതിന് ശേഷം അവിടെ അവരുടെ അക്കോമഡേഷൻ അലവൻസ് അവർ ആഡ് ചെയ്തു. അവർ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്തു.
അത് സെപ്റ്റംബർ 1, 2024 തൊട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി 10 days ബിഫോർ എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തതിനാൽ അവരെനിക്കിത് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ മാനേജർ വഴിയും അഡോൺ വഴിയൊക്കെ സംസാരിച്ചു. എന്നെപ്പോലെ 1-2 പേര് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സെപ്റ്റംബർ മന്തിലുള്ളവരും അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇഷ്യൂസിൽ പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. ഓൺലി 10 days അല്ലേ ഉള്ളൂ. ബട്ട് അവർ BDF ഹോസ്പിറ്റലാണ്, അവരുടെ ഒരു റൂൾസ് അവർ ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എങ്കിലും പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു ത്രൂ മാനേജർ. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടാമതും ഞാൻ എൻ്റെ പേപ്പറും കൂടെ വേറെ 2 പേരുടെ പേപ്പറും കൂടെ ചേർത്ത് വാങ്ങിച്ച എല്ലാ പേപ്പേഴ്സും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ കവറിനുള്ളിൽ ഇട്ടിട്ട് ഞാൻ മാനേജർ ത്രൂ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും മാനേജർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവരൊരു പ്രാവശ്യം റിജക്റ്റ് ചെയ്താൽ ഇനി അടുത്ത കോൺട്രാക്റ്റ് ആഫ്റ്റർ 2 years അവരിത് കൺസിഡർ ചെയ്യുകയുള്ളൂ. നമുക്കൊരു റിപ്ലൈ പോലും കിട്ടത്തില്ല, ഇത് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊരു റിപ്ലൈ പോലും നമുക്ക് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ട്, മേഡം ഇത് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും എന്തായി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു സമയം ഞാനിവിടെ ലീവിന് വരുന്നത്, അതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 10th 2024 ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു ദിവസം ഏകദേശം മോർണിംഗ് ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇവിടുത്തെ 5:30 സമയമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയം ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പേൾ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ കൃപാസന അമ്മ, അത്ര സുന്ദരിയായ ഞാൻ ഈ ലോകത്ത് ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. അത്ര സുന്ദരിയായ അമ്മ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു കോറിഡോർ പോലുണ്ട്, അതിലൂടെ കയറി വരുന്നു. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഒരു കാറ്റിനേക്കാൾ വേഗത്തിലാണ് അമ്മ ഇവിടെ സഞ്ചരിച്ചെത്തുന്നത്. അതിനുശേഷം ഞാൻ കാണുന്ന ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അമ്മ അകത്ത് പോകുന്നു. അവിടെ ഒരു വെള്ള ടേബിളിൽ അമ്മ എന്തോ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. പക്ഷേ ഇടുങ്ങിയ വാതിലെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായില്ല. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഡോറെല്ലാം നല്ല സ്പേസ് ഉണ്ട്, വിശാലമായ വാതിലുകളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് എന്താ എവിടുന്നാന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മാതാവ് അതേപോലെ തന്നെ അമ്മ അവിടുന്ന് അതേ സ്പീഡിൽ വന്ന പോലെ സ്പീഡിൽ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി അതേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡിസംബർ 12th ട്രാവൽ ചെയ്യാനിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് എന്തെങ്കിലും മുകളിലോട്ടല്ലേ പോയത്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും കാണിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്, മറ്റ് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫെബ്രുവരി 25th അതൊരു ചൊവ്വാഴ്ചയാണ്. ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയം, ആരാധനയൊക്കെ കഴിഞ്ഞ ഒരു സമയം, അതായത് അവിടെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ HR-ൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്ത പുതിയ കോൺട്രാക്റ്റാണ്, അത് സൈൻ ചെയ്യാനായിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സൈൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ അവിടെ ചെന്നപ്പം ആ HR-ൻ്റെ സൈഡിലുള്ള ഒരു ഡോറ് അതേപോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഇടുങ്ങിയ ഡോറാണ്. BDF ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മൾ ആ HR-ൻ്റെ ഭാഗത്തോട്ടൊന്നും പോകാറില്ല. ഇതുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല, കണ്ടിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അതേ ഡോറിലൂടെയാണ് അന്ന് പരിശുദ്ധി അമ്മ വന്ന് ഞാൻ സൈൻ ചെയ്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതും അതേ ഒരു വെള്ള കളറുള്ള ടേബിളിലാണ് സൈൻ ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അതേ ടേബിളിലാണ് പരിശുദ്ധി അമ്മ എനിക്ക് വേണ്ടി അവർക്ക് മുൻപേ സൈൻ ചെയ്തത്. സമയത്തിൻ്റെ മേൽ അധികാരിയായ അമ്മ 2 വർഷം BDF ഹോസ്പിറ്റലുകാർ ടൈം പറഞ്ഞെടുത്ത് പരിശുദ്ധി അമ്മ അത് മാസങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ട് അതെനിക്ക് ശരിയാക്കി തന്നു. പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, അത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നിരുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്.
അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവിടെ എല്ലാവരും മുട്ടിൽ നീന്തി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തോടുള്ള സഹനങ്ങളോട് ചേർന്ന് ആ മുട്ടേ നീന്തി, കൊന്ത ചെല്ലി മുട്ടേ നീന്തി പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് തുടങ്ങി ഒരു പകുതി പോലും എത്തിയില്ല. എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ കൊന്തയെല്ലാം പോയിട്ട് എനിക്കൊരു വാക്ക് പോലും പറയാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, സഞ്ചാരി മാതാവേ, അമ്മയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. അമ്മ ഈശോയോട് ഒന്ന് പറഞ്ഞ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അമ്മ പോയതല്ലേ, അമ്മ ഈശോയ്ക്ക് കരുത്ത് പകർന്നതല്ലേ, എന്നെയും അതിൻ്റെ അവസാനം വരെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ എനിക്കൊരു വചനം ഈശോ തന്നു. അതിതായിരുന്നു, വിശുദ്ധ ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഞാൻ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെയാ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ വരെ എത്തി. അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈശോ തന്ന വേറൊരു മെസ്സേജ് ഇതാണ്, ജീവിതത്തിൽ ഇതുപോലെയാ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലെ ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഉരുവിട്ടാൽ നമ്മൾ പോലും അറിയത്തില്ല. പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ നമ്മൾ അറിയില്ല അതിൻ്റെ വേദനയോ തളർച്ചയോ ഒന്നും നമ്മൾ അറിയില്ല. ഈശോയും അമ്മയും കൂടെ നമ്മളെ നിത്യതയാകുന്ന ആ ഫിനിഷിംഗ് പോയിന്റിൽ, ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ കൈയും പിടിച്ച് നമ്മളെ എത്തിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കപ്പോൾ ഈശോ തന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഇവിടെയുള്ള പല പള്ളികളിൽ ഞാൻ സാധാരണ കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് കൃപാസനത്തെ പറ്റി അറിയാം. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് പള്ളികളല്ലാതെ വേറെ പൊതുസ്ഥലങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. അവിടെ ബഹ്റൈനിലാണേലും അവിടെ ഞങ്ങൾക്ക് പള്ളികളിൽ കൊടുക്കാൻ പാടില്ലെന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഇപ്പം നമ്മുടെ ഇന്ത്യൻസ് മലയാളികളല്ലാതെ ഇന്ത്യൻസ്, ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 8-ാം തിരുവചനം. നീ അവരെ ഭയപ്പെടേണ്ട, എന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അൽഫോൻസ ജെയിംസ് എന്ന ഈ സഹോദരി വളരെ ശക്തമായ ഈശോയെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്നുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി ഏറ്റുപറഞ്ഞ ഒരു സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹ്റിൻ വർക്ക് ചെയ്യുന്ന ഈ മകൾക്ക് അവരുടെ അക്കോമഡേഷൻ അലവൻസ് ഫ്രീസ് ചെയ്ത ഒരു സമയത്തിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അധികാരത്തോടു കൂടി ഒരു ഇടുങ്ങിയ വാതിലിലൂടെ കടന്നുപോയി അവരുടെ പേപ്പറുകൾ സൈൻ ചെയ്ത് വളരെ ശീഘ്രവേഗത്തിൽ, കാറ്റിൻ്റെ വേഗത്തിൽ പരിശുദ്ധ അമ്മ സ്വപ്നദർശനത്തിലൂടെ മകൾക്ക് മെസ്സേജ് കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സാക്ഷ്യം കൂടിയാണിത്. പരിശുദ്ധ അമ്മയെ ഇന്ന് ഒരുപാട് മക്കൾ സ്വപ്നദർശനത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഒരുപാട് മക്കൾ കണ്ടിട്ടുണ്ട്. സുന്ദരിയായ ഒരമ്മ ഈ മകൾക്ക് കൊടുത്ത ഒരു വലിയ സന്ദേശമാണിത്. നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മ കാറ്റിൻ്റെ വേഗതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ സന്ദേശം കൊടുത്തപ്പോൾ ഏലീശാമ്മയുടെ ആ ഒരു പ്രായമായ അവസ്ഥയിൽ അവരെ സഹായിക്കാനായി പരിശുദ്ധ അമ്മ, ഞാനും പ്രഗ്നൻ്റ് ആണല്ലോ, ഞാൻ സാവധാനത്തിൽ നടക്കണമല്ലോ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടല്ല അമ്മ നടന്നത്. വചനം പറയുന്നത് അവൾ അതിശീഘ്രം അവിടേക്ക് സഹായിക്കാനായി പോയി എന്നാണ് പറയുന്നത്.
നമ്മുടെ ഈ 3 മാസക്കാലത്തെ ഉടമ്പടി ജീവിതം അങ്ങനെ തന്നെയാണ്. അതിശീഘ്രം ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്കായി സൈൻ ചെയ്ത് ഈശോയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാര്യസാധ്യതകൾ നമുക്ക് നേടിത്തരുന്നത്. നമ്മുടെ വിശുദ്ധി എത്രമാത്രം ഉന്നതമാണോ, നമ്മുടെ ആസ്തി എത്രമാത്രം വലുതാണോ, അത്രയും പെട്ടെന്നായിരിക്കും നമ്മുടെ നിയോഗങ്ങളുടെ പ്രാപ്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങളുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ ഒരൊറ്റ വരി പ്രാർത്ഥനയെ ചെല്ലാവൂ, അത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരൊറ്റ വരി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈശോയെ നമുക്ക് ആശ്ലേഷിക്കാൻ സാധിക്കുന്നതായി തോന്നുന്നത്. ഈ മകൾ വിശേഷവിധിയായി ഈശോയെ സ്നേഹിക്കണമെന്നുള്ള വലിയ ആർദ്രമായ സ്നേഹത്തോടുകൂടി വേളാങ്കണ്ണി പള്ളിയിൽ മുട്ടിയിൽ നീന്തുന്ന സമയത്ത് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ ആകാതിരുന്ന സമയത്ത് വചനമാണ് ഈ മകൾക്ക് സ്പീഡ് നൽകിയത്. അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ആ തളർച്ചയിൽ നിന്ന്, ആ പ്രലോഭനത്തിൽ നിന്ന് മറികടക്കുവാൻ ഈ മകൾക്ക് സഹായിച്ചു എന്ന് ഏറ്റുപറയുകയുണ്ടായി. നമുക്കറിയാം, നാം പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ തളർന്നു വീഴുന്ന അവസരങ്ങളിലെല്ലാം, പിശാചിൻ്റെ ആ പ്രലോഭനങ്ങളുടെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ മുന്നോട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പൈശാചിക ബന്ധനങ്ങളോ പ്രലോഭനങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പരിശുദ്ധ അമ്മ നമുക്ക് മുൻപേ നടക്കുന്നതായി നമുക്കെപ്പോഴും അനുഭവപ്പെടുന്നത് ഉടമ്പടി ജീവിതത്തിൽ നാം വിശ്വസ്തരാകുമ്പോഴാണ്. നമുക്കെപ്പോഴും ഉടമ്പടി ജീവിതം നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിക്കാം. ഈശോയെ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ തിരുരക്തവും തിരുശരീരവും നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാത്രം നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രഖ്യാപനം ചെയ്യുവാനുള്ള വലിയ പ്രാപ്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസ പറയുന്നത്, നമ്മളെ ഈശോ നിത്യതയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് അവിടേക്ക് നടക്കണമെന്നുള്ളൊരു വലിയ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി 2 or 3 തവണ പുതുക്കി കഴിയുമ്പോൾ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് അൽഫോൻസയും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയലിൽ ഒളിച്ചു വെച്ച നിധി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അൽഫോൻസയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞാൻ കട്ടപ്പന ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2024 9-ാം മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. 12-ാം മാസം 24-ാം തീയതി ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കിനും 23-ാം തീയതി എൻ്റെ മോനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് പിന്നെ 2 മോനുമായിട്ട് ബൈക്കിൽ പോയപ്പോൾ കാറും ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. മോന് പുറകിലിരുന്ന കാരണം കൊണ്ട് തെറിച്ചു പോയി. പിന്നെ തല നല്ലതുപോലെ പോയി ഇടിച്ച് തലച്ചോറെല്ലാം വെളിച്ചാടി ഭയങ്കരമായിട്ട് സീരിയസ് ആയിരുന്നു. ബൈക്ക് ഓടിച്ചോയിരുന്ന മോനെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ മോന് തെറിച്ച് വീണ് ബ്ലഡിൽ കുളിച്ച് കിടന്നതുകൊണ്ട് ആരും എടുക്കാനായിട്ട് മുതിർന്നില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോക്കാരൻ അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 ദിവസം വരെയും ഒന്നും പറയാറായിട്ടില്ല. മറ്റേ മോൻ അപകടനില തരണം ചെയ്തു. ഈ മോന് 1% പോലും പറയാനൊന്നും പറ്റത്തില്ല ചേച്ചി. അത് കാരണം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ് രാത്രിയിൽ എന്നെ ഇവൻ്റെ കൂട്ടുകാരൻ പിള്ളേരെന്നെ വിളിക്കുമായിരുന്നു. പിന്നെ ചേച്ചി ഇങ്ങനെ മോന് ആക്സിഡൻ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു. 3-ാമത്തെ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടിയിലായിരുന്നു ഞാൻ. അന്നേരം ഞാൻ എൻ്റെ കയ്യിലിരുന്ന നേർച്ച വസ്തുക്കളെല്ലാം എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഇവന് 3-ാമത്തെ ദിവസം എൻ്റെ ആങ്ങളയുടെ ഭാര്യ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് പേപ്പർ തരണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്ത് പേപ്പർ പ്രിൻ്റ് ചെയ്ത് അച്ഛനെ കണ്ട് അച്ഛൻ അത് കൈവച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി കൊണ്ടുവന്ന് പിന്നെ കാശുരൂപവും പിന്നെ കൊന്തയും തന്ന് വെഞ്ചേച്ച് അത് ഇവൻ്റെ തലവെണ്ണയുടെ അടിയിലും വെച്ച് പ്രാർത്ഥിച്ചു. അത്രയും 15 ദിവസം ഇവൻ വെൻറ്റിലേറ്ററിൽ കിടന്നു. ഒന്നും പറയാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് 15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നിട്ട് ഇവന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭക്ഷണമൊന്നും ഇവന് എടുക്കുന്നില്ലായിരുന്നു. 2-ാമത്തെ ആഴ്ച ഡോക്ടർ പറഞ്ഞു ഒരു ശകലം കടിഞ്ചായ തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും പിന്നെ നേർച്ച വസ്തുവിൽ തൈലം ഞാൻ ഇവനെ കാണാൻ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. അവിടുന്ന് ഞാൻ ഇവൻ്റെ പെരുവിരൽ മുതൽ ഇവൻ്റെ തല വരെ ഞാൻ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇവനെ കടിഞ്ചായ ചോദിച്ചപ്പോഴത്തേക്കിനും അതിനകത്ത് തേനും പിന്നെ
തേനിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞ് ഇതിന് തുടരെ 250 മില്ലി വെച്ച് വെള്ളം പോലെ ഭക്ഷണമാക്കി അരച്ച് ട്യൂബിൽ കൂടെ മൂക്കിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരപ്പോഴത്തേക്കിനും പിന്നെ ഇവന് പിന്നെ അതിനകത്ത് ചോറരച്ചും പിന്നെ റാഗിപ്പൊടിയും അതും ഇതുമെല്ലാം ഇവർ പറഞ്ഞ പ്രകാരം എല്ലാം അരച്ച് പേർക്ക് കൊടുത്തതിനകത്തെല്ലാം തേനും ഉപ്പും ചേർത്ത് പിന്നെ മകന് കൊടുത്തു. പിന്നെ എന്നൊന്നു പറഞ്ഞ പോലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാനിവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവൻ 15 ദിവസം വെന്റിലേറ്ററിൽ കിടന്നെങ്കിൽ ഒരു സൈഡിൽ സ്കള്ള് മാറ്റി വെച്ച് ലാബിൽ വെച്ചേക്കുമായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അത് ഇവനെ കണ്ണ് തുറക്കത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു 1000 ഒരാൾക്കൊക്കെ ഇങ്ങനെ സ്കള്ള് മാറ്റി വെച്ചേച്ച് കണ്ണ് തുറക്കാതിരിക്കത്തുള്ളൂ. ഇവനെ സംബന്ധിച്ച് പിന്നെ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഇവൻ ചെറുപ്പമല്ല എന്നൊക്കെ ഓർത്ത് ഞാൻ എന്നിട്ട് മാതാവിനെ കൈവിട്ടില്ല. ഈശോയെ ഒരു പ്രാവശ്യമെങ്കിലും മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്നതല്ലേ, എൻ്റെ കൊച്ചിനെ കൈവിടല്, അവൻ്റേതായ കാര്യങ്ങളിലെല്ലാം അവൻ തന്നെ ചെയ്യാനുള്ള രീതിയിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഹസിൻ്റെ ബ്രദർ പിന്നെ കൂട്ടരെല്ലാം ഡൽഹിയിലൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കിനും 1% പോലും മോനെ രക്ഷപ്പെടാൻ സാധ്യതയില്ല ചേച്ചി, പ്രതീക്ഷയ്ക്ക് വകയേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടൊക്കെ അയച്ചപ്പോഴത്തേക്കിനും പിന്നെ അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്നേരം ഞാൻ മാതാവിനെ മാത്രം കൈവിടാതെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവനെ വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് റൂമിലേക്ക് വന്ന് പിന്നെയും 15 ദിവസം പിന്നെയും കൂടെ കിടന്നപ്പോഴത്തേക്കിനും ഇവൻ കണ്ണ് തുറക്കാതെ വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ മാതാവിനെ കൈവിടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ ഒരു ദിവസം രാവിലെ പരിശോധനയ്ക്ക് വന്നപ്പോൾ പറഞ്ഞ് ചേച്ചി ഇവൻ കണ്ണ് തുറക്കാത്തത് സ്കള്ള് ലാബിൽ വെച്ചേക്കുന്നത് എടുത്ത് വെക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞ് 2ാമത്തെ സൈഡിൽ സ്കള്ളെടുത്ത് വെച്ച് അന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ നിന്ന് പിന്നെ നല്ല രീതിയിൽ തന്നെ മാതാവിനെ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് 38 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജായി. തൃശ്ശൂർ ഇലൈറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞരമ്പ് എടുത്ത് വേറെ സ്ഥലത്തുനിന്ന് വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ട് അവിടുന്ന് സാമ്പത്തികമായിട്ടും ഞാൻ ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന എനിക്ക് പൈസ ഒന്നുമില്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ മാതാവ് എനിക്ക് പൈസ തന്ന് 5 ലക്ഷം രൂപ അവിടെ കൊടുത്ത് കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ കൈയെല്ലാം മൂവ്മെൻ്റായി നല്ലവണ്ണം മുട്ടിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാതെ സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും എല്ലാവരും ഹസിൻ ബ്രദറും എല്ലാവരും എനിക്ക് പൈസ തന്ന് സഹായിച്ചു. പിന്നെ ഒത്തിരി ഒന്നും കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വന്ന ആദ്യത്തെ ഉടമ്പടി എടുത്ത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് കൊച്ചിനുണ്ടായത്. അത് കാരണം കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും എല്ലാം ദൈവത്തിനായിട്ട് സമർപ്പിച്ച് മാതാവിനെ കൂട്ടുപിടിച്ച് ജീവിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് ഇവിടം വരെ എത്തിക്കാനായിട്ട് സാധിപ്പെട്ടത് ഈശോയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. എനിക്ക് വേറെ ആരോടും മിണ്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങിയാണ് ഇവിടം വരെ എത്തിയത്. ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ വന്നേനെ. ഈശോയ്ക്കും തിരുക്കുമാതാവിനും 1000 നന്ദി. യോഹന്നാൻ 11:4 ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പ്രസ്തുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ബിന്ദു ജോർജ് എന്ന ഈ സഹോദരിയുടെ ഈ സാക്ഷ്യം ഒരു മകനെ എങ്ങനെ മരണത്തിൽ നിന്ന് അമ്മ മാതാവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നേർച്ചവസ്തുക്കളുടെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ മകൻ്റെ ചിത്രം കൊടുത്ത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് അച്ഛൻ ആശീർവദിച്ച് നൽകിയ കാശുരൂപം മകൻ്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് എല്ലാവരും മരണത്തെക്കുറിച്ചും ജീവൻ തീർന്നുവെന്ന അവസ്ഥയെക്കുറിച്ചും മാത്രം ഡോക്ടർമാരും കാണുന്നവരും അറിയുന്നവരും എല്ലാം പറയുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു മകനെ ഏൽപ്പിച്ചു കൊടുത്ത് ഓരോ നിമിഷവും അമ്മയുടെ വലിയ സംരക്ഷണത്തിന് വേണ്ടി കണ്ണീരോടെ പ്രത്യാശയോടെ കുടുംബം പ്രാർത്ഥിച്ചതിന് ലഭിച്ച അനുഗ്രഹത്തെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ അമ്മ പറഞ്ഞ ഓരോ വാക്കും നമ്മൾ കേട്ടു. ആ ജീവിതം കടന്നുപോയ ഗുരുതരമായ അവസ്ഥകളെയൊക്കെ നമ്മൾ കണ്ടു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഏത് വലിയ രോഗത്തെയും അവിടുന്ന് ഏറ്റെടുക്കുകയും തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തുകയും നാം വിചാരിക്കുന്നതിനപ്പുറം സമയച്ചുരുക്കത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവിധം
ആരോഗ്യവും ആയുസ്സും നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും. അമ്മ മാതാവിൻ്റെ അരികിൽ ഏത് വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും കാനായിൽ സമയത്തിന് മുമ്പേ മകനെ കൊണ്ട് ആദ്യത്തെ അടയാളം പ്രവർത്തിച്ച അതേ അമ്മ ഇന്നും അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് മകനേൽപ്പിച്ചു കൊടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി ഉപയോഗിക്കുന്നുവെങ്കിൽ, ദൈവനാമത്തെ നിരന്തരം മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, അത് ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി തന്നെ മരണകരമായ അവസ്ഥയിൽ നിന്നും ജീവൻ്റെ നാളുകളിലേക്ക് ജീവിതത്തെ മാറ്റിത്തരുമെന്ന് ഈ മകൻ്റെ ശക്തമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലൂടെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയ ഈ മകൻ്റെ ജീവിതത്തെ ഓർത്ത്, ഈ കുടുംബത്തിൽ നൽകിയ വിശ്വാസത്തിൻ്റെ ബലത്തെ ഓർത്ത്